So, entrepreneurship or entrepreneur. Who is an entrepreneur? 21ാം നൂറ്റാണ്ടിലെ സംരംഭകൻ ആരാണ്? What are the requisites needs for a professional entrepreneur? Amateur entrepreneur നിന്ന് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഓണ്ടർപ്രണറിലേക്ക് നമ്മൾ മാറുന്നത്? നമ്മുടെ കയ്യിലെ 5 വിരലുകൾ 5 ഫിംഗർ തിയറിയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. തമ്പ് നമുക്കറിയാം. തമ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തംസപ്പ് അല്ലെ? തംസപ്പ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തമ്പ് ഇംപ്രഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് തമ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ തമ്പില്ലാതെ നമുക്ക് ഈ 4 വിരലുകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. So thumb plays a crucial role. Am I right or wrong? Am I right or wrong? So ആരാണ് സംരംഭകൻ? പ്രൊഫഷണൽ സംരംഭകൻ, പ്രൊഫഷണൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് he must be or she must be an igniting personality. എന്താണ് igniting personality? സ്വപ്നങ്ങൾ കാണുകയും മറ്റുള്ളവരെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടരുമ്പോൾ അതിലൂടെ കഠിനാധ്വാനം ചെയ്ത് നേടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം അഥവാ സിംഹഭാഗം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് സെക്ടറാണ് ആക്ച്വലി പ്രൊഫഷണൽ ഓണ്ടർപ്രണർ. Am I right or wrong? Then ഫസ്റ്റ് തമ്പ് നമ്മൾ പഠിപ്പിക്കുന്നത് entrepreneur must be an inspiring personality. Then second finger, pointing finger. ഈ ഫിംഗർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? എവിടെയാണ് പെരിന്തൽമണ്ണ ടൗൺ? ഇതാ അവിടെ. ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയാവണം നമ്മുടെ ഓണ്ടർപ്രണർ. തുടങ്ങുമ്പോൾ തന്നെ ബിഗിൻ ദി എൻഡ് ഇൻ മൈൻഡ്. മനസ്സിൽ നിങ്ങൾ ഒരു ലക്ഷ്യമുണ്ടാവണം. ആദ്യത്തെ 2 വർഷം വെദർ ഇറ്റ് ഈസ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഇരുത്തം വന്ന ഓണ്ടർപ്രണർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ വർഷവും നിങ്ങൾക്ക് ഗോൾ ഉണ്ടാവണം. ആദ്യത്തെ 2 വർഷം എന്താവണം, അത് കഴിഞ്ഞ് അടുത്ത 3 വർഷം എന്താവണം, അടുത്ത 5 വർഷം എന്താവണം, അത് കഴിഞ്ഞ് 10 വർഷം എന്താവണം, അവസാനം 20-30 വർഷം കഴിയുമ്പോഴേക്ക് ലിബറേഷൻ. നമ്മുടെ കൃഷ്ണമൂർത്തി ചെയ്ത പോലെ, രത്തൻടാറ്റ ചെയ്ത പോലെ നമ്മള് വേറൊരു ടീമിനെ നിയമിച്ച് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് തിരിച്ചു വരുന്നത് തുടക്കത്തിൽ തന്നെ നമ്മൾ സ്വപ്നം കാണണം. യു ഷുഡ് ഹാവ് ഗോൾസ് ഇൻ യുവർ ലൈഫ്. BNA വരുമ്പോ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ എമൗണ്ടും മിനിമം ആദ്യ വർഷം 5x ആയി തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മൈ ഹംബിൾ റിക്വസ്റ്റ്, ഡോണ്ട് എവർ ജോയിൻ ഇൻ BNA. യു ഷുഡ് സെറ്റ് ഗോൾസ്. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെലവഴിക്കുന്ന പണം, നിങ്ങളുടെ സമയം, അതിന്റെ വാല്യൂ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ BNA ജോയിൻ ചെയ്യാവൂ. Then third ഫിംഗർ നിങ്ങൾക്ക് അറിയാം. ഈ ഫിംഗറിന്റെ പ്രത്യേകത ഇതിന് കുറച്ച് നീളം കൂടുതലാണ്. സോ അത് നമ്മൾ പഠിപ്പിക്കുന്നത് ബി ആൻ ഒപ്റ്റിമിസ്റ്റ്. ശുഭാപ്തി വിശ്വാസമുള്ള ആളാവുക. എങ്ങനെയാണ് ശുഭാപ്തി വിശ്വാസമുള്ള ആളാവുക? A person should be able to draw wonderful pictures in the minds of others within a short span of time. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവണം. ആളുകളോട് സംസാരിക്കുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയണം. യു ഷുഡ് ബി എ ലിസണർ. നല്ലൊരു ശ്രോതാവാകണം. വേഗത്തിൽ നടക്കാൻ കഴിയണം. ആരെ കാണുമ്പോഴും അയാൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് സംസാരിക്കാൻ കഴിയണം. Then the fourth finger, that is ring finger. ബന്ധങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധങ്ങൾ നിലനിർത്തുകയും പുതിയ പുതിയ തലങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിലാവണം. നിങ്ങൾക്ക് എത്ര പേരറിയാം, എത്ര പേർക്ക് നിങ്ങൾ അറിയാം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. That is an entrepreneur. Then the last finger, pinky finger, communication. ചുരുങ്ങിയ സമയം കൊണ്ട് 3 മണിക്കൂറാണെങ്കിലും 3 സെക്കൻഡ് ആണെങ്കിലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അർത്ഥവത്തായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. Then you are becoming a professional entrepreneur. സാധാരണ ഒരു അമേച്ചർ ഒരു ഓണ്ടർപ്രണറിൽ നിന്ന് പ്രൊഫഷണൽ ഓണ്ടർപ്രണർ ആവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. ജയ് ഹിന്ദ്.